ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു സ്റ്റുഡൻസിനോടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, നെക്സ്റ്റ് ഏത് കോഴ്സാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ എന്നോടും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ട് ഡിസിഷനിലായിരുന്നു. അതാണ് ഒരു പ്രോപ്പറായിട്ട് ഒരുപാട് കമന്റ് ബോക്സിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ പാടനെ എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്താണ് പഠിക്കാൻ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, ഏത് കോഴ്സാണ് എടുക്കുന്നത്. എല്ലാവരോടുള്ള പോലെ തന്നെ ഇന്നോട് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബിന്റെ കമന്റ് ബോക്സിലായാലും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അന്നൊന്നും ഞാൻ ഇതിനൊരു പ്രോപ്പറായിട്ട് ഒരു ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഫിക്സ് ആയതിനു ശേഷം പറയാന്നുള്ളതായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കോളും കാര്യങ്ങളൊക്കെ വരും. ഓരോ കോഴ്സിനെ കുറിച്ചിട്ട് പറയാനും അവിടെ ജോയിൻ ആവാനും അങ്ങനെ ഓരോരോ കോഴ്സൊക്കെ വന്നിട്ട് നമ്മൾ ഫുള്ളി നമ്മൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് എന്നുള്ള പോലും മാറുന്ന പോലത്തെ ഒരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ മാറും. പക്ഷേ എനിക്കിങ്ങനെ ഓരോ കോഴ്സ് വരും, ഇത് ബെറ്റർ എന്നൊക്കെ തോന്നിയിട്ട്. പക്ഷെ നമ്മുടെ ഫൈനൽ ഡിസിഷൻ നമ്മൾ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് ഫിക്സ് ആയതിനു ശേഷം പറയാനുള്ള രീതിയിലാട്ടോ. അപ്പോൾ ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഏകദേശം ഒരു പ്ലാനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഡിഗ്രി എടുക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഒന്ന് ഞാൻ ഡിഗ്രി എടുക്കാനുള്ള പ്ലാനിലല്ലായിരുന്നു, വേറെ ഏതെങ്കിലും നല്ല കോഴ്സൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടും കുറച്ച് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എന്തോ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്, അതൊക്കെ ഞാൻ വഴിയേ പറയാം, എനിക്കിപ്പോൾ ഡിഗ്രി എടുത്താൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സ് തോന്നി. സോ ഞാൻ ഇപ്പോൾ ഡിഗ്രി എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ഫിസിക്സും സുവോളജിയുമാണ്. സോ അതിനാണ് ഞാൻ. പക്ഷേ ഇതിൻ്റെ അലോട്ട്മെൻ്റ് ഒക്കെ എപ്പോഴാണ്, നേരത്തെ തന്നെ കൊടുക്കാണ്ടായിരുന്നല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ. സോ ആ ടൈമിൽ ഞാൻ വേണോ വേണ്ട വെച്ചിട്ട് നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടതാണ്. നമുക്ക് എപ്പോഴാണ് മൈൻഡ് മാറാന്നുള്ള അറിയില്ല. പക്ഷേ കൊടുക്കുമ്പോൾ അടുത്തുള്ള കോളേജിൽ കൊടുക്കണമായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് വേണോ വേണ്ടിച്ചിട്ട് കൊടുത്തതാണല്ലോ. അപ്പോൾ ബെസ്റ്റ് കോളേജസ് നോക്കിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് കൊടുത്തത് ഞാൻ ആദ്യം കൊടുത്തത് ഇതാട്ടോ, ഇങ്ങനെ ഒരു ഇതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓരോന്നോരോന്നോട് പറഞ്ഞാൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തത് ഇത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ കുറച്ച് ആൾക്കാർ വീഡിയോയിലും കമൻറ്റ് ബോക്സിലെല്ലാം നേരിട്ടാണെങ്കിലൊക്കെ കുറച്ച് പേരെ ചിന്താഗതി ഞാൻ പറഞ്ഞതാണ്. എനിക്ക് പ്ലസ് ടുവിൽ 88% ഉള്ളൂ, 90 എബോ ഒന്നും ഇല്ലല്ലോ. സോ അവർ അവരുടെ ഇതിൽ ആ 90 എബോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല കോളേജിൽ കിട്ടില്ല എന്നുവെച്ചാൽ മാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവനൊക്കെ ദൂരെ കോളേജിൽ കിട്ടിയെന്നുള്ള കുറച്ച് പറച്ചിൽ കൂടുതലാണ്. സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അലോട്ട്മെൻറ്റ് കൊടുക്കാനുള്ള ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ. ഞാൻ വായിച്ചു തരാം. ഫസ്റ്റ് ബെസ്റ്റ് കോളേജസ് നോക്കി ഗൂഗിളിൽ തപ്പി പിടിച്ചിട്ട് നമുക്ക് കോളേജിനെ കുറിച്ചിട്ട് ഓവറായിട്ട് ഐഡിയാസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റ് കയറിയിട്ട് ബെസ്റ്റ് കോളേജ് ഫിസിക്സിന് നോക്കിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ കൊടുത്തത് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാടാണ്. രണ്ടാമത് കൊടുത്തത് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂർ. അത് ടോപ്പായിട്ട് വന്നതല്ല, എനിക്ക് കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കൊടുത്തതാട്ടോ. മൂന്നാമത് കൊടുത്തതിനാണ് MES അസ്മാബി വെമ്പല്ലൂര് കൊടുങ്ങല്ലൂർ പറഞ്ഞ സ്ഥലത്തുള്ളത്. നാലാമത് കൊടുത്തത് MES കാലടി മണ്ണാർക്കാട്. ഇതൊന്നും എൻ്റെ ഡിസ്ട്രിക്റ്റ് അല്ല കേട്ടോ, ഭയങ്കര ദൂരെയുള്ള പ്ലേസ് ആണ് കൊടുത്തത്. അഞ്ചാമത്തത് എൻ്റെ ഡിസ്ട്രിക്റ്റിലാണ് കൊടുത്തത്, ഗവൺമെൻറ് കോളേജ് മലപ്പുറമാണ് കൊടുത്തത്. ഇതൊക്കെ ഞാൻ ഫിസിക്സിനാട്ടോ കൊടുത്തത്. ആറാമത്തത് പഴനിയിലുള്ള കോളേജ്, പഴനി മീൻസ് ഗുരുവായൂരിൻ്റെ അടുത്തുള്ള MD കോളേജിലാണ് കൊടുത്തത്. 7 NSS മഞ്ചേരി, NSS ഒറ്റപ്പാലം, അങ്ങനെ കുറച്ച് ആ രീതിയിലാട്ടോ കൊടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ഈ ഡിഗ്രി എടുത്ത് പോകണം എന്നുള്ള ഒരു ചിന്തയില്ല കേട്ടോ. ട്രയൽ വന്നപ്പോഴും ഇല്ല. ട്രയൽ എനിക്ക് കിട്ടിയത് ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ ഫിസിക്സിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രയലിൽ എൻ്റെ ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നാട്ടിലുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവൾക്ക് ഇവിടെ MES പൊന്നാനിയാണ് കിട്ടിയത്. പക്ഷെ ഞങ്ങൾക്ക് അക്ഷയിൽ ഒരു ഫോം തന്നിട്ടുണ്ട് കോളേജസിൻ്റെ. ആ ഫോമിൽ MES പൊന്നാനി ഞാൻ കണ്ടിട്ടില്ല. സോ ഞാൻ MES പൊന്നാനി കൊടുത്തിട്ടേ ഇല്ല എൻ്റെ ലിസ്റ്റിൽ. അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ട്രയൽ കഴിഞ്ഞിട്ട് ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ അതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്തതും പറയാട്ടോ. ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് 12ാമത്തെ ഓപ്ഷൻ ആയിട്ടായിരുന്നു ഫിസിക്സ്. അവിടെ ട്രയലിൽ 12ാമത്തെ ഓപ്ഷനാണ് ഫിസിക്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ 12ാമത്തെ കോളേജായിട്ട് കൊടുത്തു ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ BSc ഫിസിക്സിന്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ട്രയലിൽ പോയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തു. അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴും ഞാനിതിന് പോകുന്നുള്ള രീതിയിലല്ല, എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിടണമല്ലോ, ആ രീതിയിൽ അപ്ലൈ ചെയ്തിട്ടാണ്. അല്ലാതെ ഡിഗ്രി എടുത്ത് ഞാൻ പോകുന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എടുത്തൊന്നും കൊടുത്തിട്ടില്ല. എഡിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്തത് പാലക്കാടാണ്, ഗവൺമെൻറ് കോളേജ് പാലക്കാട് വിക്ടോറിയയിലാണ് കൊടുത്തത്. ഫേമസ് ആവുമല്ലോ വിക്ടോറിയ കോളേജ്. രണ്ടാമത് കൊടുത്തതിൻ്റെ ഫ്രണ്ട് ഉണ്ട് പറഞ്ഞപ്പോൾ MES പൊന്നാനി കോളേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തത് കൊടുത്തത് ഞാൻ MES അസ്മാബി വെമ്പല്ലൂർ കൊടുങ്ങല്ലൂർ. ഇത് എടുത്ത് പറയാൻ കാരണം വഴിയെ പറയാം. നാലാമത് കാലടി മണ്ണാർക്കാട്, അഞ്ചാമത് മലപ്പുറം കോളേജ്. ഇതൊക്കെ ഫിസിക്സിൽ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അലോട്ട്മെൻറ്റ് വന്നു. എനിക്ക് മൂന്നാമത്തെ ഓപ്ഷനിലാട്ടോ കിട്ടിയത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എനിക്ക് മൂന്നാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
MES അസ്മാബി വെമ്പല്ലൂർ കൊടുങ്ങല്ലൂർ, അവിടെ ഫിസിക്സിനായിരുന്നു കിട്ടിയത്. അതിൻ്റെ പ്രയോറിറ്റി ഏതാ? മൂന്നാമത്തെ. എന്തായാലും ഇങ്ങനെ ഓർഡറിൽ കൊടുത്തതിലാണല്ലോ ഫസ്റ്റ് നിന്നാണല്ലോ പോവുക, ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ 2 അങ്ങനെയാണല്ലോ പോവുക. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ കിട്ടിയത് MES അസ്മാബി കോളേജ് വെമ്പല്ലൂർ കൊടുങ്ങല്ലൂരാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഇത് വന്നപ്പോൾ നല്ല കോളേജ്, ഞാൻ പിന്നെ പോവാത്തോണ്ട് അങ്ങനെ രീതിയിൽ വിചാരിച്ചതായിരുന്നു. അങ്ങനെ ഒരു ഡിസിഷനിലായിരുന്നു എനിക്ക് ഡിഗ്രി എടുത്ത് പോകണ്ടെന്നുള്ളൊരു ഇതിലായിരുന്നു. വെറുതെ കൊടുത്തതാണ്. അപ്പോൾ അവിടെയാണ് കിട്ടിയത്. അങ്ങനെയാണ് മനസ്സിലായത് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം, അങ്ങനെയാണ് കാര്യങ്ങൾ നോക്കെ. അപ്പോൾ എനിക്ക് ഈ ഒരു MES അസ്മാബി കോളേജിൽ കിട്ടിയപ്പോൾ നല്ല കോളേജ്, ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ടും യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കോളേജാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പോയി വരാനുള്ള ദൂരം ഭയങ്കര ദൂരാട്ടോ. അപ്പോൾ അവിടെ പോയി അഡ്മിഷൻ എടുത്തു. അപ്പോൾ കുറച്ച് ആൾക്കാർ നാട്ടിലുള്ളവരൊക്കെ എന്ന് പറയാം, ഞാൻ കേൾക്കില്ല എന്നാലും അറിഞ്ഞു. സോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓന് 90% അല്ലെങ്കിൽ 90 above% മാർക്ക് ഇല്ലല്ലോ, സോ അതുകൊണ്ട് അവന് വീടിൻ്റെ അടുത്തുള്ള കോളേജിലൊന്നും കിട്ടൂല. എങ്ങനെ കിട്ടും? ഞാൻ കൊടുത്ത രീതിക്ക് അനുസരിച്ചല്ലേ കിട്ടുള്ളൂ. ഞാൻ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു വിക്ടോറിയ പാലക്കാട്, രണ്ടാമത് MES പൊന്നാനി, MES കൊടുങ്ങല്ലൂർ, അങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ പ്രയോറിറ്റി കിട്ടി. പിന്നെ ഹയർ ഓപ്ഷൻ പോവുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഞാൻ കൊടുത്ത കോളേജിലല്ലേ എനിക്ക് കിട്ടുള്ളൂ, അല്ലാതെ കൊടുക്കാതെ തൊട്ടടുത്തുള്ള കോളേജ് കിട്ടൂലല്ലോ. അങ്ങനെ കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായി. ജസ്റ്റ് ഇതിലൊന്നും പറഞ്ഞതാണ്. അവർ മേ ബി കാണുന്നുണ്ടാവും, കാണാതിരിക്കാം. അവർക്ക് അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ട്, മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ദൂരെ കിട്ടുന്നു. പക്ഷെ അവിടെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കോളേജിലാവും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ആ ഡിസ്ട്രിക്റ്റിലത്തെ. എനിക്ക് MES അസ്മാബി കോളേജ് നിങ്ങൾ ചിലവർക്ക് അറിയുന്നുണ്ടാവും, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത്രയും ബെസ്റ്റ് കോളേജ്. ഞാൻ റാങ്ക് നോക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. എൻ്റെ കോളേജ്, ഞങ്ങളുടെ നാട്ടിലുള്ള കോളേജിൽ റാങ്ക് കുറവാണ്. സോ പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഡിഗ്രി എടുക്കുകയാണെങ്കിൽ നാട്ടിൽ പോകുന്നതായിരിക്കും ഓക്കെ എന്ന്. എനിക്ക് പോയി വരാനും ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ അതാണ് സുഖം. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ MES അസ്മാബി കോളേജിലായിരുന്നു. അങ്ങനെ ഹയർ ഓപ്ഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹയർ ഓപ്ഷന് കൊടുത്തു കഴിഞ്ഞാലും വിക്ടോറിയ പാലക്കാട് മുകളിൽ വരുന്നതുകൊണ്ട് തന്നെ അത് എനിക്കത് സെറ്റ് ആവില്ല. കാരണം കൊടുങ്ങല്ലൂരിനെക്കാട്ടി ദൂരാണ് പാലക്കാട്ടേക്ക് പോകാൻ. സോ അത് സെറ്റ് ആവില്ല എന്ന് എനിക്ക് തോന്നി. എത്ര നല്ല കോളേജ് ആണെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്ത് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അപ്പം അങ്ങനെ ഞാൻ ഫൈനലൈസ് ചെയ്തു. ഇനി ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിക്കില്ല കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട് എന്ന് അറിഞ്ഞു. സോ ഞാൻ പോയിട്ട് എഡിറ്റ് ചെയ്തു. ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, സെക്കൻഡൊക്കെ ഞങ്ങൾ അടുത്തുള്ള കോളേജസ് ആണ്. അങ്ങനെ ഫൈനലി ഞാൻ എഡിറ്റ് ചെയ്ത് നാട്ടിലുള്ള കോളേജസ് മാത്രം കൊടുത്തു. അടുത്തുള്ള കോളേജസ് ഞാൻ കൂടുതലും കിലോമീറ്റേഴ്സ് നോക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി എനിക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഗുരുവായൂർ കോളേജ്, ശ്രീകൃഷ്ണ കോളേജിൽ അലോട്ട്മെന്റ് കിട്ടി BSc ഫിസിക്സിന്. അപ്പോൾ ഞാൻ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ MES അസ്മാബിയിൽ സെക്കൻഡ് ഒക്കെ പോയി കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ഒക്കെ മുന്നേ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ജോയിൻ ആവണമല്ലോ. അപ്പോൾ അവിടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ TC മേടിച്ചിട്ടേ നമുക്ക് തേർഡ് അലോട്ട്മെന്റിലേക്ക് വന്ന കോളേജിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കോളേജിൽ പോയി TC ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താണ് അങ്ങനെ എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. സോ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, 90% കുറവുള്ള ആൾക്കാർക്ക് സീറ്റ് കിട്ടില്ല, ഗവൺമെന്റ് കോളേജിൽ കിട്ടില്ല, നല്ല കോളേജിലൊന്നും കിട്ടില്ല. പിന്നെ കുറച്ച് ആൾക്കാരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ എല്ലാം അറിയാന്നുള്ള രീതിയിൽ നടക്കുന്ന കുറച്ച് നാട്ടിലെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ കുറച്ച് വിചാരം വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നല്ല മാർക്ക് മേടിച്ചിട്ട് അവിടെ അഡ്മിഷൻ എടുക്കുന്നതാണ്. അങ്ങനെ ഇങ്ങനെ ദൂരെ പോയി ഇതിലേക്ക് ദൂരെ കൊടുക്കുന്ന ആൾക്കാരൊന്നും മാർക്കില്ലാതെ ആ രീതിയിൽ കൊടുക്കുന്നതാണ്, വേണോ വേണ്ടിച്ചിട്ട് കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവം. നമ്മൾ റാങ്ക് മാർക്ക് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കോളേജ് ആവും, പക്ഷെ റാങ്കും കാര്യങ്ങളും ഉണ്ടാവില്ല, ബെസ്റ്റ് കോളേജ് ആവാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തല്ലാത്തോണ്ട് ഒരുപാട് നമുക്കെന്നെ പുച്ഛം തോന്നും, ചിലപ്പം വിഷമം തോന്നും, ചിലപ്പോൾ പുച്ഛം തോന്നും. അറിയാതെ എന്തെങ്കിലുമൊക്കെ പറയുന്ന കുറച്ച് ടീംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു കൂട്ടുക, അത്രയും ദൂരെ പോയിട്ടൊക്കെ എന്തിന്. ചിലപ്പോൾ ബെസ്റ്റ് കോളേജ് ആവും, കേരളത്തിൽ തന്നെ ബെസ്റ്റ് കോളേജ് ആവും, ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ. അവരോട് എനിക്കൊന്നും പറയാനില്ല, പുച്ഛം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം അറിയാതെ എല്ലാം അറിയാന്നുള്ള രീതിയിൽ കുറച്ച് വാചകം അടിച്ചിട്ട് എല്ലാവരും മുന്നിലും ജയിച്ചിട്ടും അങ്ങനെ കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചിലപ്പോൾ ഒന്നും അറിയൂല, എന്നാലും ഇങ്ങനെ പറഞ്ഞു പോവാം. അവർ പറഞ്ഞോണ്ടേ ഇരിക്കുക. ആരെ കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരങ്ങനെയാണ്, ഒന്നും അറിയാത്തോണ്ട് പറയാന്ന് നമുക്കറിയാലോ. അപ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവർ കാണുന്നുണ്ടെങ്കിൽ പുച്ഛം മാത്രം. അപ്പൊ ജസ്റ്റ് അത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് അത് പറഞ്ഞെന്നുള്ളും. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരാണ്. BSc ഫിസിക്സിനാണ് കിട്ടിയിട്ടുള്ളത്. സോ ഞാൻ ഫിസിക്സിനും സുവോളജിക്കും ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫിസിക്സിന് പ്രയോറിറ്റി കൊടുത്തു, പക്ഷെ സുവോളജിയും അതിൻ്റെ മേലേക്ക് ഉണ്ട്. ശ്രീകൃഷ്ണ കോളേജിന് മുന്നിൽ നാട്ടിലൊരു കോളേജിൽ ഇതിലുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരാണ് കിട്ടിയിട്ടുള്ളത്.
ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം നല്ല കോളേജാണ്. ഇനി ഞാൻ കൊടുത്തതിലുള്ള ബെസ്റ്റ് കോളേജസ് ഉണ്ടല്ലോ, എനിക്ക് പോയി വരാൻ പറ്റിയ രീതിയിൽ അങ്ങനെയാണ്. ആ ഫ്രണ്ട്സിനെ ഫൈനലൈസ് ചെയ്ത് തീരുമാനം വെച്ച് കഴിഞ്ഞപ്പോൾ ഡിഗ്രി എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫിസിക്സിനും സുവോളജിക്കും ഡിഗ്രി ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരിലാണ് BSc ഫിസിക്സിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. സോ അവിടെ അഡ്മിഷൻ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ അസ്മാബിന്ന് TCയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇട്ടതിന് ശേഷം ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഫ്യൂച്ചർ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. പിന്നെ നാട്ടുകാരോട് ഒരു കാര്യം, നാട്ടുകാരോടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നവരോട് ഒരു കാര്യം, അറിയാതൊന്നും പറയരുത്. പക്ഷെ നമുക്ക് അവരുടെ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാവും അറിഞ്ഞിട്ടാണോ പറയുന്നത് അറിയാതെയാണോ പറയുന്നത്. അതുകൊണ്ട് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. ഇതെല്ലാവരോടുള്ള ഒരു ആൻസർ അല്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം എന്നൊന്നും അറിയുണ്ടാവില്ല, അങ്ങനത്തെ കാട്ടിക്കൂട്ടിൽ വെച്ച് നടന്ന് മറ്റുള്ളവരെ കാര്യത്തിൽ കയറി ഇടപെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടുള്ള ഒരു ആൻസറാണ്. എല്ലാം അറിയാം, സംസാരം കേട്ടാൽ മനസ്സിലാവും, ഒന്നും അറിയില്ല, വെറുതെ ഓരോന്ന് വിളിച്ചറിയാം, അവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് എല്ലാവരോടും പറഞ്ഞതല്ല കേട്ടോ, ഇങ്ങനെ പറയുന്നവരോട് മാത്രം വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നീ പേഴ്സണലി ആരും എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. പിന്നെ കുറച്ച് ടീംസ് തവനൂർ കോളേജ് ഉണ്ട്, താനൂർ കോളേജ് ഉണ്ട്, അവിടെയൊക്കെ കോളേജ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പം മലപ്പുറം ജില്ലയിൽ 3-4 കോളേജസ് മാക്സിമം ഉള്ളൂ ഇതിന് BSc ഫിസിക്സിന് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട എവിടെയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ കോഴ്സും എല്ലാ കോളേജിലും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നും അറിയാതെ ഇവരിങ്ങനെ ഓരോന്ന് പറയുന്നത്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണല്ലോ, സംഭവം അതാണ്. അപ്പോൾ എനിക്ക് പറയാൻ തോന്നി, ഞാൻ BSc ഫിസിക്സ് എടുക്കാനുള്ളതുകൊണ്ട് എനിക്ക് തവനൂർ കൊടുക്കാൻ പറ്റില്ല, താനൂരൊന്നും കൊടുക്കാൻ പറ്റില്ല. BSc ഫിസിക്സ് ഇല്ല, സുവോളജി ഇല്ല, പിന്നെ എങ്ങനെ അവിടെ കൊടുക്കുക? പിന്നെ എല്ലാ ജില്ലയിലും സെൽഫ് ഫിനാൻസ് കോളേജസ് ഉണ്ട്, അതിനെ മോശമാക്കി പറയല്ല. പക്ഷേ ഗവൺമെന്റ് കോളേജും എയ്ഡഡ് കോളേജിലും മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, സെൽഫ് ഫിനാൻസിൽ കൊടുത്തിട്ടില്ല. സെൽഫ് ഫിനാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് കൊടുത്തിട്ടുള്ളത്, അതും ഇപ്പം ഈ പറയുന്നവർ കാണുന്നുണ്ടാവല്ലോ, ഒരു ചോദിക്കും വിചാരിക്കുന്നത് എന്താണ് സെൽഫ് ഫിനാൻസ്, അതുകൊണ്ട് പറയുന്നുള്ളൂ. സെൽഫ് ഫിനാൻസ് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ഗവൺമെന്റിലും എയ്ഡഡിലും മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇനി എയ്ഡഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, അത് ഗവൺമെന്റും മാനേജ്മെന്റും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. അതിൽ ഞാൻ ഗവൺമെന്റിലൂടെയുള്ള ഇതാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അപേക്ഷ അക്ഷയ വഴി. അങ്ങനെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കയറിയത്. ഇപ്പോൾ BSc ഫിസിക്സിന് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാർക്ക് വേണം, മാർക്ക് ഇല്ലാതെ കിട്ടൂല. അത് അറിയുന്നവരും ഉണ്ട്, അറിയാതെ കയറാലോ, ഫിസിക്സിന് കയറാലോ, സുവോളജിക്ക് കയറാലോ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവരോടൊന്നും പറയാനില്ല. ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നത്, പറയേണ്ട ആവശ്യമില്ല, എന്നാലും എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് BSc ഫിസിക്സ് പഠിക്കാൻ പോകുന്നത്. അതിൽ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഒരു ഡിഗ്രി എടുക്കണം. നോർമലി നമ്മളോട് ഡിഗ്രി എടുക്കുകയാണോ, സ്കോപ്പ് കുറവല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർ പറഞ്ഞു തരുമ്പോൾ നല്ല സന്തോഷവും കാര്യങ്ങളും, കാരണം അവർക്ക് ഉള്ള അറിവ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ വേറൊരു സന്തോഷമാണല്ലോ, ഒരു നല്ല കാര്യമാണല്ലോ, നല്ല പ്രവൃത്തിയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ വേറെ കുറച്ച് ആൾക്കാർ മാർക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ കയറി, അല്ലെങ്കിൽ മാർക്കില്ലെങ്കിൽ ഇങ്ങനെ 88% ഒരു മാർക്ക് തന്നെയാണ്. അത് നിങ്ങൾ ആലോചിക്കണം, എത്ര പിള്ളേർക്ക് 88% കിട്ടില്ല. അതിൻ്റെ പൊക്കി പറയില്ല, എനിക്ക് ആകെ 88 ഉള്ളൂ. എൻ്റെ ക്ലാസ്സിലുള്ളവർ അപേക്ഷിച്ച് 88 പറയുമ്പോൾ ചെറിയ മാർക്ക് തന്നെയാണ്. പക്ഷേ 88 നല്ലൊരു മാർക്കാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു 2% കൂടെ ഉണ്ടെങ്കിൽ 90 ആയി. അപ്പോൾ എൻ്റെ എഫേർട്ട് ഇടാത്തതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്. എനിക്കറിയാം എന്ന് വെച്ചാൽ 88 മോശപ്പെട്ട മാർക്കും അല്ല. BSc ഫിസിക്സിനൊക്കെ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് വേണം. ഫിസിക്സിനും മാത്സിനൊക്കെ മാർക്ക് ഉണ്ടെങ്കിലാണ് ഫിസിക്സിന് കിട്ടുക എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അവിടെ MES അസ്മാബി കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയ ടൈമിൽ ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ മോൻ ഇഷ്ടപ്പെട്ട കോളേജിൽ കൊടുക്കുകയാണെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ എഡിറ്റിംഗ് ഒക്കെ വരുത്തി. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ എഡിറ്റിംഗ് വരുത്തുമ്പോൾ ഫസ്റ്റിലേ എഡിറ്റിംഗ് വരുത്താതെ പോകുന്നവർക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നതാണ് അവിടുത്തെ കോളേജ് പറഞ്ഞത്. സോ അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് പറ്റിയ കൊടുക്കലും എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി. കാരണം ഞാൻ ആദ്യം ഡിഗ്രിക്കല്ല ആ രീതിയിലല്ല കൊടുത്തത്, അവിടെ മിസ്റ്റേക്ക് പറ്റി. ഫുള്ളി മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഫൈനലൈസ് ചെയ്തിപ്പോൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഗുരുവായൂർക്ക് പോയി വരാൻ 1.5 മണിക്കൂറിൻ്റെ ട്രാവലിങ്ങും കാര്യങ്ങളും, അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി വരാം. BSc ഫിസിക്സ് ആണ്, എനിക്ക് ഫിസിക്സ് ഇഷ്ടമായതുകൊണ്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പം കാര്യങ്ങളൊക്കെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെ പറയേണ്ടത് എന്നുള്ളത് എനിക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലയെന്നൊക്കെ. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലായിരിക്കും, ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊരു വെറുപ്പിക്കൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് പേര് കാണുന്നത്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ദിസ് ഈസ് അബ്നെ സൈനിങ് ഔട്ട്, ബൈ.